ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, അച്ഛനെ മന്ത്രി സന്ദർശിച്ചതും മകൻ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും. ഈ രണ്ട് സന്ദർശനങ്ങളും വിലയിരുത്തുമ്പോൾ മകൻ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. കാരണം ഒരാൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അയാൾ ആ നാട്ടിലെ, ആ സ്റ്റേറ്റിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ കാണാൻ അനുവാദം ചോദിച്ചാൽ അത് കൊടുക്കലും, അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ സ്വീകരിക്കലും, അദ്ദേഹവുമായി അടുത്തിരുന്ന് സംസാരിക്കലുമെല്ലാം മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഒരു മന്ത്രി അച്ഛനെ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അരുതായിക വളരെയേറെയാണ്. കാരണം കോൺഗ്രസ് പ്രസ്ഥാനം അധികാരത്തിൽ വരരുത് എന്ന് ഏറെക്കുറെ സാധ്യമായ വിധത്തിലെല്ലാം പറയുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ കോൺഗ്രസിൻ്റെ തന്നെ ഒരു മന്ത്രി ചെന്ന് കാണുക മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും മോശമായ ഒരു അനുഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തികച്ചും ഈ സന്ദർശനം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. ഇലക്ഷൻ്റെ മുമ്പായിരുന്നെങ്കിൽ ആ മന്ത്രി നിലം തൊടാതെ പരാജയപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ശേഷമായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തിരിച്ചടി നൽകാൻ ജനങ്ങൾക്കാകില്ലല്ലോ. മറിച്ച് അച്ഛൻ വന്ന് മന്ത്രിയെ കാണുകയായിരുന്നുവെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. കാരണം കേരളത്തിലെല്ലാവരുടെയും മന്ത്രിയായ വ്യക്തി അദ്ദേഹത്തെ കാണാൻ വരുന്നവരെ സ്വീകരിക്കുക, അവരുമായി സംസാരിക്കുക, ആശയവിനിമയം നടത്തുക എന്നതൊക്കെ അനിവാര്യമായ ഒരു കർത്തവ്യമാണ്. ചുരുക്കത്തിൽ ഈ രണ്ട് സന്ദർശനങ്ങളും ഒന്ന് ശരിയും ഒന്ന് വലിയ തെറ്റുമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്.